ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ലത്തീഫ് മാനത്തുകാടൻ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു തരം ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഉൽപ്പന്നം. പുതിയത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നേരത്തെ ഉള്ളതായിരുന്നു, കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷം എപ്പോഴും ഭയങ്കരമായ തണുപ്പാണ് അന്തരീക്ഷം. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോഴാണ്. അതായത് മഴ പെയ്യുന്നത് തന്നെ അന്തരീക്ഷത്തിൽ ഒരു ദിവസം കൊണ്ട് പെയ്യേണ്ട മഴയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് പെയ്യുന്നത്. അതുകൊണ്ടാണ് അതിശക്തമായ ശബ്ദത്തിൽ വെള്ളം ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറയുന്നത് പോലെ പെയ്തുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് മഴ പെയ്ത് മാറുന്നത് പോലെ തന്നെ ജലാശയങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിറഞ്ഞു കവിയുന്നു. അത് എന്നിരുന്നാലും അതൊരു വിഷയമാണ്. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാം, അന്തരീക്ഷത്തിലെ ഈ തണുപ്പ് കാരണം തണുപ്പ് സാധാരണ രീതിയിലുള്ളതിനേക്കാളും എല്ലാ വർഷവും ഉള്ളതിനേക്കാളും അന്തരീക്ഷത്തിൽ ഇപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ചൂട് വർദ്ധിക്കുന്നു, തണുപ്പ് കാലത്ത് തണുപ്പും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ തണുപ്പ് കൊണ്ടുണ്ടാകുന്ന നിരവധി രോഗങ്ങളുണ്ട്, ജലജന്യ രോഗങ്ങളുണ്ട്. പിന്നെ അന്തരീക്ഷത്തിൽ ഈ ശ്വാസമുട്ടൽ, ആസ്മ പോലെയുള്ള ആളുകളൊക്കെ ഈ തണുപ്പ് കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ശ്വാസം കിട്ടാനായിട്ട്. അതുപോലെ വിട്ടുമാറാത്ത ചുമയുണ്ട്, ജലദോഷമുണ്ട്, അതുപോലെയുള്ള നിരവധി ചെറിയ അസുഖങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാനൊരു പുതിയൊരു ഉൽപ്പന്നം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ആ ഉൽപ്പന്നം. ഇതിൻ്റെ പേരാണ് പഞ്ചതുളസി എന്നാണ് ഇതിന് പറയുന്നത്. പഞ്ചതുളസി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്, ബോട്ടിൽ ഇതാണ്. ഈ പഞ്ചതുളസി എന്ന് പറയുന്നതിന് ഏതാണ്ട് 160 രൂപ 170 രൂപ മാത്രം വിലയേ വരുന്നുള്ളൂ. ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചുമയും ജലദോഷവും പനിയും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇതിൽ നിന്നും രാവിലെ ഒരു 3-4 തുള്ളി എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് രാവിലെ കഴിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ കിടക്കുന്നതിനൊക്കെ മുമ്പായിട്ടും, അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ വീണ്ടും ഒരു 3-4 തുള്ളി ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഇട്ടിച്ചിട്ട് അത് കുടിക്കുക. അതോടൊപ്പം തന്നെ ജലദോഷവും തുമ്മലൊക്കെയുള്ള ആളുകൾ ഇത് ഒരു 2-3 തുള്ളികൾ ഇറ്റിച്ചിട്ട് നമുക്ക് ആവി കൊള്ളുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ 2 മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോഴേക്ക് തന്നെ അത് എന്തുകൊണ്ടും നമുക്ക് വളരെയധികം ഫലവത്താണ്. ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൊമോട്ടറായിട്ടോ ഒന്നുമല്ല. ഇത് ഞാൻ പറയുന്നത് ഈ പഞ്ചതുളസി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് RCM എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടേതാണ്. ഇത് കാണിക്കാൻ കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കട RCM എന്ന് പറഞ്ഞൊരു കടയായിരുന്നു. അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാനിത് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് നിരവധി കമ്പനിക്കാർ ഈ സാധനം ഇറക്കുന്നുണ്ട്. അത് ഏത് കമ്പനിയുടെ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണുള്ളത്. ഈ സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പം ഈ പറയപ്പെട്ട RCMൻ്റെ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതിരുന്നാലും നമ്മുടെ ജലദോഷത്തിന്, അതുപോലെ വീട്ടിൽ മക്കൾക്കൊക്കെ ജലദോഷവും പനിയും ചുമയും ജലദോഷമൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അത്യാവശ്യം ജലദോഷമുള്ളപ്പോൾ ഇത് 2 തുള്ളി ഒന്ന് വിരലയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഞെരടിയിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നെറ്റിയുടെ ഇവിടെയൊക്കെ വെക്കുന്നതൊക്കെ എന്തുകൊണ്ടും വളരെ നല്ലതാണ്. നമ്മുടെ അസുഖങ്ങൾക്ക് ഇതൊരു മരുന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മരുന്നാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷേങ്കിൽ ഒരസുഖം കുറയ്ക്കുന്ന ഒരു ഉൽപ്പന്നം അത് മരുന്നാണെങ്കിൽ മരുന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നിരുന്നാലും ഇത് സ്വന്തം അനുഭവത്തിലൂടെ ഒരുപാട് പ്രയോജനം ചെയ്തതായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നത്. ഇനിയും നമുക്കിതുപോലെയുള്ള ഒരുപാട് പ്രയോജനകരമായ വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.